നമസ്കാരം. പ്രകാശ് ജാവദേക്കറുമായുള്ള ചർച്ചയിലും ദല്ലാൽ നന്ദകുമാറുമായുള്ള ഇടപാടിലും ഇപിയിൽ മാത്രം കുറ്റം ചാർത്തി പിണറായിക്ക് അങ്ങനെ ഒഴിഞ്ഞു മാറാൻ കഴിയില്ലെന്ന് ഉറപ്പായി. തിരശീലക്ക് പിന്നിൽ നിന്ന് ചരട് വലിച്ചത് ക്യാപ്റ്റൻ തന്നെ എന്നതിന് ഒരു സംശയമില്ല. ഈ തിരഞ്ഞെടുപ്പ് സമയത്ത് ഈ അനിൽ ആന്റണിക്കെതിരെയും ശോഭാ സുരേന്ദ്രനുമെതിരെയും ഒക്കെ കള്ള ആരോപണങ്ങളുമായി ആരാണ് ഇത്തവണ ഈ ടി.ജി. നന്ദകുമാറിനെ കളത്തിലിറക്കിയത്? അത് അന്വേഷിച്ചാൽ മാത്രം മതി ആരാണ് ഇതിൽ പിന്നിൽ നിന്ന് കളിച്ചത് എന്ന് വ്യക്തമായി മനസ്സിലാകും. ഏതായാലും അത് UDF അത് BJP ഒന്നും അല്ലല്ലോ. പിന്നെയാണ് ഇപ്പോൾ തിരശീലക്ക് പിന്നിൽ മറഞ്ഞിരുന്ന് മുഖം മിനുക്കിക്കൊണ്ടിരിക്കുന്നത്. എത്ര മിനുക്കിയാലും പുഴുക്കുത്ത് നിറഞ്ഞ ആ മുഖം അത്രയൊന്നും സുന്ദരമാകില്ല എന്ന് എല്ലാവർക്കും അറിയാം. പണ്ട് കുഞ്ഞുണ്ണിവാഷ് എഴുതിയിരുന്നു, ഹേ കഴുക നിന്നെ ശവം നാറുന്നു, ഞങ്ങൾ മനുഷ്യർ ശവവും തിന്നും പിന്നെ നന്നായി മുഖം കഴുകി പൗഡർ അങ്ങിടുകയും ചെയ്യും. കുഞ്ഞുണ്ണിവാഷിന്റെ കവിത അവിടെ നിൽക്കട്ടെ. ഇതിനേക്കാൾ അർത്ഥഗർഭമായ മനോഹരമായ ചില കവിതകൾ ആലപ്പുഴയിൽ ഒരു കവി സഖാവ് എഴുതിക്കൊണ്ടിരിക്കുന്നു എന്നാണ് ഒടുവിൽ കിട്ടിയ റിപ്പോർട്ട്. അടുത്ത് തന്നെ കവിതകളൊക്കെ ചിലപ്പോൾ വെളിച്ചം കണ്ടെന്ന് വരും. ഏതായാലും ഇനി ഒരു കഥയിലേക്ക് കടക്കാം. ഈ കഥയല്ല, ഇത് ഒറിജിനൽ സംഭവം തന്നെയാണ്. ഈ ആടുജീവിതത്തിന് ശേഷം ഇപ്പോൾ ഡിമാൻഡ് ഒറിജിനൽ ജീവിത കഥകൾക്കാണല്ലോ. ഈ പിണറായി പാപി എന്ന് വിശേഷിപ്പിച്ച നമ്മുടെ ടി.ജി. നന്ദകുമാർ ഇക്കഴിഞ്ഞ ദിവസം ഒരു പ്രമുഖ ചാനലിൽ പിണറായിയുടെ തൊലി ഉരിയുന്നത് കണ്ട് ചില മൂത്ത സഖാക്കന്മാർ ഊറി ചിരിച്ചു എന്നാണ് പുതിയ കഥ. നന്ദകുമാർ പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: 2016 മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള യാത്ര നടത്തുമ്പോൾ ഈ ലാവ്ലിൻ കേസ് വീണ്ടും അദ്ദേഹത്തെ വിഴുങ്ങാൻ വന്നപ്പോൾ അദ്ദേഹം എന്റെ സഹായം തേടിയ ആളാണ്. ആരുടെ? നന്ദകുമാറിന്റെ സഹായം തേടിയ ആളാണ്. ഇല്ലെന്ന് അദ്ദേഹം പറയട്ടെ, ഈ ഓർമ്മയുണ്ടോ ഈ മുഖം എന്നാണ് നന്ദകുമാർ ചോദിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ആ പ്രശസ്തമായ ഒരു ഡയലോഗ് ഉണ്ടല്ലോ, ഈ മുഖം ഓർമ്മയുണ്ടോ, അക്കമ്മ ചെറിയാൻ ഓർമ്മയുണ്ടോ എന്റെ മുഖം. അങ്ങനെയാണ് ടി.ജി. നന്ദകുമാർ ചോദിക്കുന്നത്, പിണറായി വിജയ എന്റെ മുഖം ഓർമ്മയുണ്ടോ. ആ കഥ നന്ദകുമാർ പറയുന്നത് വളരെ വിശദമായി തന്നെ പറയുന്നത് ഇങ്ങനെ: 2013 ലാവ്ലിൻ കേസ് ഡിസ്ചാർജ് ചെയ്തതിന് മേൽ ഹൈക്കോടതിയിൽ അപ്പീൽ വരുന്നു. 2016 തിരഞ്ഞെടുപ്പിന് മുമ്പ് അപ്പീൽ കേൾക്കാൻ തീരുമാനിക്കുകയാണ്. അന്ന് അപ്പീൽ ജസ്റ്റിസ് ഉബൈദിന്റെ ബെഞ്ചിൽ വന്നപ്പോൾ ജസ്റ്റിസ് ഉബൈദ് അത് കേട്ടാൽ അപകടകരമാണ് എന്ന് തിരിച്ചറിഞ്ഞ പിണറായി വിജയൻ ആ കേസ് ആ ബെഞ്ചിൽ നിന്ന് ഒഴിവാക്കാൻ ഈ KV സോഹൻ എന്നൊരു വക്കീലിനെയാണ് അത്ര ചുമതലപ്പെടുത്തിയത്. ആ സോഹനെ ഒന്നാം LDF സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അറ്റോർണിയാക്കി. പിന്നെ രണ്ടാം LDF സർക്കാർ വന്നപ്പോൾ വളരെ നൈസായിട്ട് അദ്ദേഹത്തെ എടുത്ത് കളയുകയും ചെയ്തു. കാരണം അതാണ് പിണറായി വിജയന്റെ ആവശ്യം കഴിഞ്ഞ ആരെയും പിന്നെ പിണറായി ഒരിക്കൽ പോലും സംരക്ഷിക്കില്ല. ഈ KV സോഹനിലേക്ക് എങ്ങനെ കടന്നു കയറാം എന്ന് പിണറായി നടത്തിയ അന്വേഷണത്തിലാണ് തന്നിലേക്ക് എത്തിയത് എന്നാണ് ടി.ജി. നന്ദകുമാർ പറയുന്നത്. ഈ MK ദാമോദരൻ എന്ന മഹാനായ അഭിഭാഷകൻ പിണറായി വിജയന് ഉണ്ടായിരുന്നിട്ടും ഞങ്ങളുടെ ഒരു കോമൺ സുഹൃത്തായ മരിച്ചുപോയ ഈ സ്കറിയ തോമസിന്റെ ഫോണിൽ നിന്നാണ് തന്നെ വിളിച്ചത് എന്നാണ് നന്ദകുമാർ പറയുന്നത്. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചു, ഞങ്ങൾ സൗഹാർദ്ദത്തിൽ ആയി. ഈ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിണറായി മുഖ്യമന്ത്രിയായി. അതിനുശേഷം ഞാൻ പിന്നീട് ആ വഴിക്ക് പോയിട്ടില്ല എന്നും നന്ദകുമാർ പറയുന്നു. ശിവന്റെ കൂടെ പാപി ചേർന്നാൽ ശിവനും പാപിയാകും എന്നാണല്ലോ പിണറായി തന്നെ പറഞ്ഞത്. ഞാനൊരു മഹാപാപി ആയതുകൊണ്ടാകാം അദ്ദേഹം എന്നെ ബന്ധപ്പെട്ടത് എന്നൊരു കുത്തും കൂടി ടി.ജി. നന്ദകുമാർ പറയുന്നു. എന്നെ അറിയുമെന്ന് അദ്ദേഹം ഏതാണ്ട് വ്യക്തമാക്കിയിട്ടുണ്ട്. പക്ഷെ എങ്ങനെയാണ് എന്നെ അറിയുക എന്ന് മാത്രം പിണറായി പറഞ്ഞിട്ടില്ല. അത് പിണറായി പറയേണ്ടതാണ്. ഏതായാലും ജയരാജനോട് താനുമായി കൂട്ടുകൂടരുത് എന്നാണല്ലോ പാർട്ടി നിർദ്ദേശം കൊടുത്തിരിക്കുന്നത്. എന്നാൽ താനുമായി അദ്ദേഹം കഴിഞ്ഞ കുറെ കാലമായി ഒരു സൗഹാർദ്ദവും പുലർത്തി വന്നിട്ടില്ല എന്നും നന്ദകുമാർ വ്യക്തമാക്കുന്നു. ഇനി ജാവേദ്കറും ഈ ജയരാജനും താനും ചേർന്ന ആ ചർച്ചയ്ക്ക് ശേഷം ഇപിയുമായി നേരിട്ട് യാദൃച്ഛികമായി തന്നെ കണ്ടുമുട്ടിയത് 1-2 പ്രാവശ്യം മാത്രമാണ്. അതിനുശേഷം കൂടിക്കാഴ്ചയോ ഫോൺ കോളുകളോ ഒന്നും ഉണ്ടായിട്ടില്ല. ഈ ജയരാജനാണ് BJPയിലേക്ക് പോകാൻ ശ്രമിച്ചതെന്ന് സുധാകരൻ പത്രക്കാരോട് പറഞ്ഞപ്പോൾ ഞാനാണ് ജയരാജനെ വിളിച്ചത്. നമ്മൾ നടന്ന കാര്യമൊക്കെ പറയണം, പറഞ്ഞില്ലെങ്കിൽ അത് മഹാ അബദ്ധത്തിലാവുമെന്ന് ഞാനാണ് ജയരാജനോട് പറഞ്ഞതെന്നും നന്ദകുമാർ പറയുന്നു. ജയരാജന്റെ സമ്മതത്തോടെ തന്നെയാണ് ജാവേദ്കറുമായുള്ള കൂടിക്കാഴ്ചയെക്കുറിച്ച് താൻ പുറത്തു പറഞ്ഞത് എന്നും കൂടി ടി.ജി. നന്ദകുമാർ പറയുന്നുണ്ട്. അങ്ങനെ ഈ ശിവനും പാപിയും കഥ അവസാനിക്കുന്നില്ല, അത് തുടരുക തന്നെ ചെയ്യും. ഈ കളി തുടരട്ടെ എന്ന് ഈണത്തിൽ പാടി പാത്രത്തിലടിച്ച് നൃത്തം ചെയ്ത ഒരു കഥാപാത്രമുണ്ട്. അതാണ് ഓർമ്മ വരുന്നത്. പഴയൊരു നാടകമാണ്
നാടകത്തിന്റെ പേര് ഗോപുര നടയിൽ. നമ്മുടെ പ്രശസ്തനായ MT വാസുദേവൻ നായർ എഴുതിയ നാടകമാണ്. MT ഒരേ ഒരു നാടകം എഴുതിയിട്ടുള്ളത് ഗോപുര നടയിലാണ്. അതിൽ ആ അഭിനേത്രി, ആ കളി തുടരട്ടെ തുടരട്ടെ എന്ന് പാടി അഭിനയിച്ച, ഭ്രാന്തി തള്ളയെ അഭിനയിച്ച ആ അഭിനേത്രി ഒരിക്കലും നമ്മുടെ മനസ്സിൽ നിന്നും ആയില്ല. നമ്മുടെ ശാന്തേടത്തി, കോഴിക്കോട് ശാന്തേടത്തി എന്നറിയപ്പെടുന്ന നമ്മുടെ മഹാഗായകനായ അബ്ദുൽ ഖാദറിന്റെ ഭാര്യ ശാന്തേടത്തിയായിരുന്നു ആ കഥാപാത്രം ചെയ്തത്. സത്യത്തിന്റെ അമ്മ. ശാന്തേടത്തിയുടെ ഓർമ്മകൾക്ക് മുമ്പിൽ, സത്യത്തിന്റെ ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഈ വൃത്തികെട്ട കഥ പറയാൻ ഇടയായതിൽ ഒരുപാട് ഖേദം പ്രകടിപ്പിച്ചുകൊണ്ട് തൽക്കാലം നിർത്തട്ടെ. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ ബാക്കി പറയാം. ഓക്കെ.